നമസ്കാരം. RB മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന സർക്കാർ ജോലികൾ ഏതെന്നറിയാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 1. ലുലു ഗ്രൂപ്പിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീണ്ടും സുവർണാവസരം. വിവിധ ഒഴിവുകളിലേക്ക് കമ്പനി അർഹരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പതുപോലെ ലുലു നേരിട്ട് നടത്തുന്ന അഭിമുഖമാണിത്. പ്രോജക്റ്റ് മാനേജർ, സിവിൽ എഞ്ചിനീയറിംഗ്, സീനിയർ മാനേജർ, ലീസിംഗ് അസിസ്റ്റന്റ് മാനേജർ, ലീസിംഗ് എക്സിക്യൂട്ടീവ്, ലീസിംഗ് സൈറ്റ് ആർക്കിടെക്ട് എന്നിങ്ങനെ 5 തസ്തികകളിൽ ഒഴിവുണ്ട്. ഓരോ വിഭാഗത്തിനും വേണ്ട കൃത്യമായ യോഗ്യതകൾ വിശദമായി നോക്കാം. 1. പ്രോജക്റ്റ് മാനേജർ. സിവിൽ എഞ്ചിനീയറായി 20 വർഷത്തെ പരിചയമുള്ള വ്യക്തികൾക്കാണ് ഈ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യതയുണ്ടായിരിക്കുക. ബഹുനില വാണിജ്യ കെട്ടിടങ്ങൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകളിലെ പ്രവൃത്തി പരിചയത്തോടൊപ്പം മാൾ നിർമ്മാണത്തിലെ പരിചയം ഒരു അധിക നേട്ടമായി കണക്കാക്കും. വിദ്യാഭ്യാസ യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിൽ BTech. 2. സീനിയർ മാനേജർ, ലീസിംഗ് റീട്ടെയിൽ. മാൾ ലീസിംഗിൽ 8 വർഷത്തെ പരിചയം. റീട്ടെയിലിൽ വ്യവസായത്തിലെ പ്രധാന ബ്രാൻഡുകളുമായും ഗ്രൂപ്പ് കമ്പനികളുമായും ശക്തമായ ബന്ധം എന്നിവയുണ്ടായിരിക്കണം. ബന്ധപ്പെട്ട മേഖലയിലെ മികച്ച നെറ്റ്വർക്കിംഗ് ട്രാക്ക് റെക്കോർഡ് ഒരു അധിക നേട്ടമായിരിക്കും. ഇംഗ്ലീഷിലും ഹിന്ദിയിലും മികച്ച ആശയവിനിമയ കഴിവ് വേണം. വിദ്യാഭ്യാസ യോഗ്യത ബിരുദം. 3. അസിസ്റ്റന്റ് മാനേജർ, ലീസിംഗ്. റീട്ടെയിലിൽ മാൾ ലീസിംഗിൽ 4 അല്ലെങ്കിൽ 7 വർഷത്തെ പരിചയമാണ് അപേക്ഷകർക്ക് വേണ്ട പ്രധാന യോഗ്യത. ശക്തമായ സംഘടനാപരവും വ്യക്തിപരവുമായ കഴിവിനോടൊപ്പം റീട്ടെയിലിൽ വ്യവസായത്തിലെ പ്രധാന ബ്രാൻഡുകളുമായും ഗ്രൂപ്പ് കമ്പനികളുമായും മികച്ച ബന്ധമുണ്ടായിരിക്കണം. ഇംഗ്ലീഷിലും ഹിന്ദിയിലും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയണം. യോഗ്യത ബിരുദം MBA. അടുത്തത് എക്സിക്യൂട്ടീവ് ലീസിംഗ്. അപേക്ഷകർക്ക് റീട്ടെയിൽ മാൾ ലീസിംഗിൽ 1 അല്ലെങ്കിൽ 3 വർഷത്തെ പരിചയവും ഇംഗ്ലീഷിലും ഹിന്ദിയിലും മികച്ച ആശയവിനിമയ കഴിവും ഉണ്ടായിരിക്കണം. വിദ്യാഭ്യാസ യോഗ്യത ബിരുദം MBA. അടുത്തത് സൈറ്റ് ആർക്കിടെക്ട്. യോഗ്യത ബന്ധപ്പെട്ട മേഖലയിൽ 5 വർഷത്തെ പ്രവർത്തന പരിചയം ഉണ്ടായിരിക്കണം. കൺസെപ്റ്റ് ഡിസൈൻ, ടെൻഡർ പ്രക്രിയകൾ, വർക്കിംഗ് ഡ്രോയിങ്ങുകൾ എന്നിവയിൽ മികച്ച വൈദഗ്ധ്യവും കൺസെപ്റ്റ് ഡീറ്റെയിലിംഗ്, സൈറ്റ് മേൽനോട്ടം, പ്രോജക്റ്റ് നിർവഹണം എന്നിവയിൽ പ്രായോഗിക പരിചയം ഉള്ളവരായിരിക്കണം. അപേക്ഷകർ കൺസെപ്റ്റ് ഡിസൈൻ മുതൽ നിർമ്മാണ പൂർത്തീകരണം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ചീഫ് ആർക്കിടെക്റ്റിനെ സഹായിക്കുക, ചീഫ് ആർക്കിടെക്റ്റുമായും ലീസിംഗ് ടീമുമായും സഹകരിച്ച് ഫിറ്റ് ഔട്ടുകളും ഇൻറ്റീരിയർ ജോലികളും നിരീക്ഷിക്കുക എന്നിവയും സൈറ്റ് ആർക്കിടെക്റ്റിൻ്റെ ഉത്തരവാദിത്തമായിരിക്കും. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ വിലാസത്തിലേക്ക് മെയിൽ ചെയ്തുകൊണ്ട് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കുമ്പോൾ മെയിലിൻ്റെ സബ്ജക്റ്റ് ഫീൽഡിൽ ബന്ധപ്പെട്ട ഒഴിവിൻ്റെ ജോബ് കോഡ് രേഖപ്പെടുത്താൻ മറക്കരുത്. അപേക്ഷകൾ മാർച്ച് 25-ന് ലഭ്യമായിരിക്കണം. ഈ ആഴ്ചയിലെ പ്രധാന കേന്ദ്ര സർക്കാർ ജോലികൾ ഏതെന്നറിയാം. സമയം തീരുന്നു. 1. ടാറ്റ മെമ്മോറിയൽ സെൻറ്റർ. ആണവോർജ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ടാറ്റ മെമ്മോറിയൽ സെൻറ്റർ മുംബൈയിൽ നേഴ്സ്, അറ്റൻഡർ, UD ക്ലർക്ക്, LD ക്ലർക്ക്, ട്രേഡ് ഹെൽപ്പർ തുടങ്ങിയ തസ്തികകളിൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു. ആകെ 254 ഒഴിവുകളാണുള്ളത്. താൽപ്പര്യമുള്ളവർക്ക് മാർച്ച് 21-ന് മുമ്പായി ഓൺലൈൻ അപേക്ഷ നൽകണം. 500,000 രൂപയ്ക്കടുത്ത് ശമ്പളം ലഭിക്കുന്ന ജോലികളാണിവ. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ നൽകുന്നതിനുമായി
ലിങ്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക. 2. ഗെയിൽ ഇന്ത്യ. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഗെയിൽ ഇന്ത്യ ലിമിറ്റഡിൽ എക്സിക്യൂട്ടീവ് ട്രെയിനി തസ്തികകളിൽ നിയമനം നടക്കുന്നു. കെമിക്കൽ, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ വകുപ്പുകളിലായി ആകെ 73 ഒഴിവുകളാണുള്ളത്. താൽപ്പര്യമുള്ളവർ അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ നൽകുന്നതിനുമായ ലിങ്ക് ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക. 3. ഇന്ത്യൻ നേവി. ഇന്ത്യൻ നേവിയിൽ ഗ്രൂപ്പ് സി ബോട്ട് ക്രൂ സ്റ്റാഫ് തസ്തികകളിൽ പുതിയ നിയമനം നടക്കുന്നു. ആകെ 327 ഒഴിവുകളാണുള്ളത്. ഏപ്രിൽ 1 വരെ ഓൺലൈൻ അപേക്ഷ നൽകാം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഏകദേശം 1 ലക്ഷം രൂപയ്ക്കടുത്ത് ശമ്പളത്തിലാണ് നിയമനം നടക്കുക. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ നൽകുന്നതിനുമായി ലിങ്ക് ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ പോസ്റ്റിൻ്റെ പേരെഴുതി മെസ്സേജ് പിൻ ചെയ്യുക. 4. എയിംസ്. കേന്ദ്ര സർക്കാരിന് കീഴിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസുകളിൽ നേഴ്സിംഗ് ജോലിക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. ന്യൂഡൽഹി എയിംസ് നടത്തുന്ന കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് നോർസെറ്റ് 8 മുഖേനയാണ് തിരഞ്ഞെടുപ്പ്. നേഴ്സിംഗ് കോഴ്സുകളിലെ ബിരുദമാണ് യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ നൽകുന്നതിനുമായി ലിങ്ക് ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക. 5. ആസാം റൈഫിൾസ്. കേന്ദ്ര സായുധ സേനയായ ആസാം റൈഫിൾസിൽ ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ റിക്രൂട്ട്മെൻറ്റ്. ആകെ ഒഴിവുകൾ 215. മാർച്ച് 22 മുമ്പായി അപേക്ഷകൾ നൽകണം. റിലിജിയൻസ് ടീച്ചർ, RT, റേഡിയോ മെക്കാനിക്, ലൈൻമാൻ ഫീൽഡ്, എഞ്ചിനീയർ ഇക്വിപ്മെൻറ്റ് മെക്കാനിക്, ഇലക്ട്രീഷ്യൻ മെക്കാനിക് വെഹിക്കിൾ, റിക്കവറി വെഹിക്കിൾ മെക്കാനിക്, അപ്ഹോൾസ്റ്റർ വെഹിക്കിൾ മെക്കാനിക്, ഫിറ്റർ, ഡ്രാഫ്റ്റ്സ്മാൻ, ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ, പ്ലംബർ, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റ്, എക്സ്റേ അസിസ്റ്റൻ്റ്, വെറ്റിനറി ഫീൽഡ് അസിസ്റ്റൻ്റ്, സഫായി എന്നിങ്ങനെയാണ് തസ്തികകൾ. 18 മുതൽ 30 വയസ്സ് വരെയാണ് പ്രായപരിധി. 10ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ള തസ്തികകളാണിവ. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ നൽകുന്നതിനുമായി ലിങ്ക് ആവശ്യമുള്ളവർ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പോസ്റ്റിൻ്റെ പേരെഴുതി മെസ്സേജ് പിൻ ചെയ്യുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോസ്റ്റുകളുടെയും വിശദമായ നോട്ടിഫിക്കേഷൻ ലിങ്ക്, അപ്ലൈ ലിങ്ക് അടങ്ങിയ വീഡിയോ ഈ ചാനലിൽ നേരത്തെ കൊടുത്തിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.